കരിമർ എന്ന കലാപ്രകടനത്തിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നവരുടെയും അത് കാണാനെത്തുന്നവരുടെയും ഒക്കെ കൂട്ടമരണങ്ങൾ ഇനിയും എത്ര കാണണം. ഒരപകടവും പാഠമാകുന്നില്ല. അപകട പിറ്റേന്നത്തെ പൊള്ളയായ വാഗ്ദാനങ്ങളും പ്രതിജ്ഞകളും ഒന്നും പ്രായോഗികമാകുന്നുമില്ല. ജീവനക്കാരുടെ പിഴവോ ചൂട് കാലാവസ്ഥയോ പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാവില്ല. അതൊക്കെ നിരീക്ഷിക്കുകയും കുറ്റമറ്റതാക്കുകയും ചെയ്യേണ്ട ഭരണ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഫലമോ നമ്മുടെ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ നിലവിളികളിൽ മുങ്ങിത്താഴുന്നു. സഹജീവികളുടെ പട്ടടയിൽ ചവിട്ടി നിന്നുകൊണ്ട് എന്ത് വിസ്മയം കാണാനാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നത്. ഭരണ ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത അങ്ങേയറ്റമായ നാട്ടിൽ സഹജീവികളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഈ പരമ്പരാഗത ആഘോഷങ്ങൾ തുടരണമോ എന്ന് ജനങ്ങൾ ചിന്തിക്കണം. നിർമ്മിത ബുദ്ധിക്കാലത്ത് ഡിജിറ്റൽ ശബ്ദ ദൃശ്യ വിസ്മയങ്ങളെ അപകടരഹിതമായ ആഘോഷങ്ങളായിട്ട് സ്വീകരിക്കാവുന്നതാണ്. പലയിടത്തും അതൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. എന്തായാലും നമ്മുടെ സർക്കാർ സിസ്റ്റം കാര്യക്ഷമമാകുന്നത് വരെ മനുഷ്യരിങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടതും കേട്ടതും പോലെയല്ല മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ കുടുംബങ്ങളിലെ യാതന. നൈമിഷികമായ ആകാശ വിസ്മയങ്ങളിൽ നിന്ന് കാൽച്ചുവട്ടിലെ പൊള്ളുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നോക്കാൻ സമയമായി.